ഇതാണ് ഞങ്ങ പറഞ്ഞ മുഖ്യൻ. തൽക്കാലം ഞങ്ങൾക്ക് ഈ മുഖ്യൻ മതി, വേറെ ആരും വേണ്ട. വി.ഡി. സതീശന് അഭിനന്ദനവുമായി മലയാള സിനിമാ ലോകവും. 10 ദിവസം നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്കും സസ്പെൻസുകൾക്കും ഒടുവിൽ കേരള മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനാണ് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. വി.ഡി. തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് പൊതുവികാരം ഉണ്ടായിരുന്നുവെങ്കിലും കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ കൂടി ഉയർന്നു വന്നതോടെ തീരുമാനത്തിൽ അനിശ്ചിതത്വം നേരിടുകയായിരുന്നു. ഒടുവിൽ നിയുക്ത മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ നിയമിതനായതോടെ സന്തോഷം പ്രകടിപ്പിച്ചും ആശംസകൾ അറിയിച്ചും സിനിമാ ലോകവും മുന്നിൽ തന്നെയുണ്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ മുഖ്യൻ. തൽക്കാലം ഞങ്ങൾക്ക് ഈ മുഖ്യൻ മതി, വേറെ ആരും വേണ്ട. അതുപോലെ ലളിതമാണെന്നായിരുന്നു സംവിധായകൻ മിഥുൻ മാനുവൽ തോമസിന്റെ പ്രതികരണം. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ വി.ഡി. സതീശന് അഭിവാദ്യങ്ങളെന്ന് ലിസ്റ്റിൻ സ്റ്റീഫനും കുറിച്ചു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ എന്നാണ് നടൻ ആന്റണി വർഗീസ് പറഞ്ഞത്. കാവ്യനീതി നിയുക്ത കേരള മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങളെന്ന് നടൻ കിഷോർ സത്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ എന്നാണ് നടനും എം.എൽ.എയുമായ രമേശ് പിഷാരടി ആശംസ അറിയിച്ച് കുറിച്ചത്. ജനനായകന് അഭിവാദ്യങ്ങൾ എന്നാണ് നടൻ സിദ്ദിഖിന്റെ വാക്കുകൾ. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് മലയാള സിനിമയിൽ നിന്നും ആദ്യം ആവശ്യപ്പെട്ടിരുന്നവരിൽ ഒരാളാണ് സിദ്ദിഖ്. ജനങ്ങളാണ് ഹൈക്കമാൻഡ് എന്ന് തെളിയിച്ച ഏക നേതാവെന്നായിരുന്നു ധർമ്മജൻ ബോൾഗാട്ടിയുടെ ആശംസ. ഈ സുപ്രധാന തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ആശംസകൾ നേരുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് നേതൃത്വത്തിന്റെ ഈ പുതിയ അധ്യായം ആരംഭിക്കുമ്പോൾ ഐക്യം, പ്രതിരോധം, പുരോഗതി എന്നിവയിലൂടെ കേരളം എന്നും തലയുയർത്തി നിൽക്കട്ടെ. ഈ പുതിയ തുടക്കം ലോകമെമ്പാടുമുള്ള ഓരോ മലയാളിക്കും പ്രതീക്ഷയും വികാസവും ആത്മവിശ്വാസവും നൽകട്ടെ എന്ന് നടൻ ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇവർക്കൊപ്പം തന്നെ മറ്റ് നിരവധി താരങ്ങളും വി.ഡിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ എം.പിയും രംഗത്ത് വന്നു. കേരളത്തിന്റെ കോൺഗ്രസിന്റെ യു.ഡി.എഫിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്നാണ് ഷാഫി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒറ്റവരിയിൽ പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഷാഫിയുടെ കുറിപ്പിന് താഴെ പലരും രൂക്ഷമായ വിമർശനവുമായി എത്തിയിട്ടുണ്ട്. ജനവികാരമാണ് വലുത്, ഗ്രൂപ്പിസമല്ല. ഇത് സാധാരണ ജനങ്ങളുടെ വിജയം. ജനങ്ങൾ ജയിച്ചു, ഗ്രൂപ്പുകൾ തോറ്റു എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ. നേരത്തെ കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഷാഫി പറമ്പിലിന് കോൺഗ്രസ് സൈബർ അണികളുടെ രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചു എന്നാരോപിച്ചാണ് ഒരു വിഭാഗം രംഗത്തെത്തിയത്. നമ്മൾ ജയിച്ചു സാർ, അങ്ങനെ ക്രൂശിച്ചവരെ ജനം ശിക്ഷിച്ചു എന്നാണ് ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ ഉൾപ്പെടുത്തി ഒരാൾ ഷാഫി ഇട്ട പോസ്റ്റിന് താഴെ വിമർശിച്ചിരിക്കുന്നത്. കൂടാതെ സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന്റെ ദയനീയ പരാജയത്തിനു ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരവധി മുതിർന്ന നേതാക്കളെ മറികടന്ന് സതീശനെ പ്രതിപക്ഷ നേതാവായി നിയമിച്ചു. ഇത് കേരള കോൺഗ്രസിനുള്ളിൽ ഒരു തലമുറ മാറ്റത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. സഭയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ശബ്ദമായി വി.ഡി. മാറി. പിണറായി സർക്കാരിനെ പല വിഷയങ്ങളിലും നിശിതമായി വിമർശിച്ചു. പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. സതീശന്റെ നേതൃത്വത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് വിജയക്കൊടി പാറിച്ചു. കേരളത്തിലെ 20 സീറ്റുകളിൽ 18 എണ്ണവും യു.ഡി.എഫ് സ്വന്തമാക്കി. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിജയവും പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിച്ചു. തൃക്കാക്കര, പുതുപ്പള്ളി, നിലമ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലെ യു.ഡി.എഫിന്റെ വിജയത്തിലും സതീശൻ സുപ്രധാന പങ്കുവഹിച്ചു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഇരകൾക്കായി കോൺഗ്രസ് സ്വരൂപിച്ച ഫണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വകമാറ്റിയെന്ന CPM നേതാക്കളുടെ ആരോപണമാണ് മറ്റൊരു പ്രധാന വിവാദം. എന്നാൽ കോൺഗ്രസിനോ സതീശനോ എതിരെ ഒരു അന്വേഷണവും ആരംഭിച്ചില്ല. ഫണ്ട് മാനേജ്മെന്റ് പ്രക്രിയയെ സതീശൻ ശക്തമായി ന്യായീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഫണ്ട് ജോയിന്റ് അക്കൗണ്ടിലാണുള്ളതെന്നും 100 വീടുകൾ നിർമ്മിക്കുന്നതിനായി 3.24 ഏക്കർ ഭൂമി ഇതിനകം വാങ്ങിയിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 2022 RSSുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സതീശൻ പങ്കെടുക്കുന്ന പഴയ ഫോട്ടോ പുറത്തു വന്നത് മറ്റൊരു വിവാദമുയരാൻ കാരണമായി. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വിമർശനമുയർന്നു. എന്നാൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ അതിഥിയായി പങ്കെടുത്തതാണെന്നായിരുന്നു സതീശന്റെ വിശദീകരണം. വിവാദങ്ങളെ ശക്തമായി നേരിട്ടും പാർട്ടി പ്രവർത്തനം തുടർന്നുമാണ് വി.ഡി. സതീശൻ ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ എത്തി നിൽക്കുന്നത്. ഒപ്പം പരിപൂർണ പിന്തുണ നൽകി ഭാര്യ ലക്ഷ്മിപ്രിയയും മകൾ ഉണ്ണിമായയും ഒപ്പമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.